ഇന്നിപ്പോ മോദിന്റെ രൂപം അണിഞ്ഞിട്ട് ഒരാള് അപ്പൊ കാണുന്നവർക്ക് മോദിയോട് അങ്ങ് ചോദ്യം ചോദിക്കാം, എന്ത് ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. കയ്യിലൊരു ചായപാത്രമുണ്ട്, പക്ഷെ ചായ ചോദിക്കാൻ പാടില്ല. ഇത്തരത്തിൽ ഏത് ചോദ്യം, പിന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുവോ, ആ ചോദ്യമില്ല. പകരം എന്ത് ചോദിക്കാം. മോദി സ്ഥിരം പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങ് ഒഴിയും. മറുപടി ഉണ്ടോ മോദിക്ക്? മറുപടി അതാണ്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങ് ഒഴിഞ്ഞോളും. ആ ഒരു മറുപടി മാത്രമേ പ്രതീക്ഷിക്കാനുള്ളൂ. ഡൽഹി ജന്തർ മന്ദിറിലെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള സമരം CJPയുടെ പ്രതിഷേധം അത് 35-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ശനി ഞായർ ദിവസങ്ങളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിഷേധക്കാർ ഈ മേഖലയിലേക്ക് ഇതിനോടകം തന്നെ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ലാൽകുമാർ കൂടി ഉണ്ട് നമ്മോടൊപ്പം. ശനി ഞായർ ദിവസം ആണ്, കഴിഞ്ഞ ദിവസങ്ങളിലേക്കാൾ കൂടുതൽ തിരക്കുണ്ടെന്ന് തോന്നുന്നല്ലേ? ഇന്ന് നല്ല തിരക്കാണ്, കാരണം കുട്ടികൾ ഒന്നടങ്കാണ് വന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് പ്രായമായവരുണ്ടായിരുന്നു, പക്ഷെ ഇതന്ന് അതുപോലെയല്ല. ഒരു ജെൻസി വൈബാണ് ഈ സമരപ്പന്തൽ മുഴുവനായിട്ടുള്ളത്. ഈ സമരപ്പന്തലിലെ നമ്മൾ കാണുന്നത് പല സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള പല കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു. ഇന്ന് എന്തൊക്കെയാണ് വ്യത്യസ്തമായിട്ടുള്ള കണ്ടത്? ഇന്നിപ്പോ മോദിന്റെ രൂപം അണിഞ്ഞിട്ട് ഒരാള് അപ്പൊ കാണുന്നവർക്ക് മോദിയോട് അങ്ങ് ചോദ്യം ചോദിക്കാം, എന്ത് ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. കയ്യിലൊരു ചായപാത്രമുണ്ട്, പക്ഷെ ചായ ചോദിക്കാൻ പാടില്ല. ഇത്തരത്തിൽ ഏത് ചോദ്യം, പിന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുവോ, ആ ചോദ്യമില്ല. പകരം എന്ത് ചോദിക്കാം. മോദി സ്ഥിരം പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങ് ഒഴിയും. മറുപടി ഉണ്ടോ മോദിക്ക്? മറുപടി അതാണ്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങ് ഒഴിഞ്ഞോളും. ആ ഒരു മറുപടി മാത്രമേ പ്രതീക്ഷിക്കാനുള്ളൂ. കഴിഞ്ഞ ദിവസേ ഈ ജൻസികളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോ നരേന്ദ്രമോദിയും ജൻസി വിഭാഗത്തിലേക്ക് വന്നു എന്നുള്ളൊരു ആരോപണങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അതായത് കഴിഞ്ഞ 2 ദിവസം സോഷ്യൽ മീഡിയയിലൂടെയാണ് നരേന്ദ്രമോദി യുവാക്കൾ അഭിസംബോധന ചെയ്തത്. അതായത് ഈ പരീക്ഷാ ക്രമക്കേടിൽ പിന്നെ ഞങ്ങൾ യുവാക്കൾക്കൊപ്പമാണ്, നടപടി സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞു. അത് ശരിക്കും ആ ഒരു ആശ്വാസ വാക്ക് ശരിക്കും ഈ സമരപ്പന്തലിനെ പ്രതിഫലിക്കുന്നുണ്ടോ ശരിക്കും? ഇന്നിപ്പോ ഞങ്ങൾ ആ ചോദ്യം ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞ പ്രോംപ്റ്ററൊക്കെ എടുത്ത് മാറ്റി കുട്ടികളോട് നേരിട്ട് സംവദിക്കൂ, ഈ ഉടായ്പൊക്കെ കഴിഞ്ഞു, ആ കാലം കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ തൊട്ടുമുമ്പ് നമ്മൾ സംസാരിച്ചവർ പോലും. അപ്പോ ജൻസികൾ സോഷ്യൽ മീഡിയയിലാണ്, ഇൻസ്റ്റാഗ്രാമിലാണെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് കയറിക്കൂടിയാൽ ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ജൻസി കൂടെ വരുന്നുള്ള പ്രതീക്ഷയൊന്നും ഇനി വേണ്ട. അങ്ങനെയാണ് ഇവിടെ നിന്നുള്ള ഒരു ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഒരു റിയാലിറ്റി അങ്ങനെയാണ്. അതായത് എല്ലാ മേഖലയിൽ നിന്ന് ആളുകൾ എത്തുന്നു, ജൻസികൾ അതിനെ ഏറ്റെടുത്തിരിക്കുന്നു. പിന്നെ ഈ ഒരു എന്താ പറയാ, കേന്ദ്രത്തിന്റെ ഈ വാക്കുകളൊന്നും തന്നെ വലപ്പോകില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണ്. ഒടുവിൽ പ്രധാനമന്ത്രിക്ക് തന്നെ ഇന്ന് സംസാരിക്കേണ്ടി വന്നു. അങ്ങനെയൊന്നും മിണ്ടുന്ന ഒരാളല്ലായിരുന്നല്ലോ നമ്മളെ പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രിക്ക് ജൻസിക്ക് മുമ്പിൽ സംസാരിക്കേണ്ടി വന്നു. അവസാനം ജൻസി അഭിസംബോധന ചെയ്ത് 2 വീഡിയോ ചെയ്യേണ്ടി വന്നു. മാത്രമല്ല മന്ത്രിമാരോട് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ വരൂ, ഇവിടെയാണ് ജൻസി, അങ്ങനെ പ്രധാനമന്ത്രിക്ക് പറയേണ്ടി വന്നു. അപ്പൊ ജൻസി ചെറിയ കുട്ടികളല്ല, അവർക്ക് രാഷ്ട്രീയം അറിയാം. ഇപ്പോൾ നമ്മളിവിടെ സംസാരിക്കുമ്പോൾ കേരളമാണ് രാഷ്ട്രീയത്തിന്റെ ഉദാത്ത മാതൃക എന്നുള്ള ചിന്തയൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഡൽഹിയിലെ കുട്ടികളും രാജ്യത്തിന്റെ വിവിധ കുട്ടികളും ഇക്കാര്യത്തിൽ കുറച്ചുകൂടി പക്വമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടില്ല. ലാല് പറഞ്ഞ ആ ഒരു സാധനം, അതായത് നിരവധി മേഖലയിൽ നിന്ന് ആളുകൾ എത്തുന്നു. നമുക്കറിയാം എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നിട്ട് വിദ്യാർത്ഥികൾ എത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ നടക്കം ഈ ജനറൽ ടിക്കറ്റുകളിലൊക്കെ ടിക്കറ്റ് എടുത്തിട്ടൊക്കെയാണ് ആളുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ എത്ര പ്രയാസം അനുഭവിച്ചാലും എല്ലാ ഭാഷകളും സംസാരിക്കുന്ന എല്ലാ വേഷധാരികളായിട്ടുള്ള ആളുകളെ കാണാൻ കഴിയുന്നു. ശരിക്കും അത് തന്നെയാണ് ഇതിന്റെ ഒരു വൈവിധ്യം എന്ന് പറയുന്നത് അല്ലേ? ഇപ്പോൾ നമ്മളിവിടെ കാണുമ്പോൾ ഒരു സംസ്ഥാനമല്ല, ഇപ്പോൾ കേരളത്തിൽ നിന്ന് വന്നവർ തന്നെ പറയുന്നു അവർക്ക് മലയാളികൾ ഇവിടെ എത്താൻ പറ്റാത്തവർ പണം ശേഖരിച്ച് നൽകി ഇവർക്ക് ഭക്ഷണം, വസ്ത്രം ഇതൊക്കെ നൽകണം എന്ന് പറയുന്നു. അത്തരത്തിൽ എല്ലാവരുടെ മനസ്സ് ഇവിടെയാണ്. ഇപ്പൊ മാത്രമല്ല ഇവിടുത്തെ ഫാൻസി ഡ്രസ്സ് എങ്ങനെയാണ് വെറൈറ്റി ആയി പ്രതിഷേധിക്കാൻ പറ്റുക, ആ രൂപമൊക്കെ. ഇപ്പൊ ഇവിടുത്തെ പോസ്റ്ററിന്റെ കാര്യം ഋഷിക്ക് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്ററിന്റെ സ്റ്റോറി എഴുതും. അപ്പൊ അതിൽ നമ്മൾ കണ്ടു കുട്ടികൾക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് പോസ്റ്റർ പോലും അവർ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. കോമിക്സുകൾ വെക്കുന്നു, അല്ലെങ്കിൽ കാർട്ടൂൺ ക്യാരക്ടറുകൾ വെച്ച് അതുവരെ എല്ലാ തലമുറക്കും ഒരുപോലെ പിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഏതാണ് വേണ്ടത്, ഏത് തലമുറക്കാണ് വേണ്ടത്, ആ രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ സെറ്റാണ്. ചില ആളുകൾക്ക് അപകടമൊക്കെ പറ്റിയിട്ട് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അതിനാവശ്യമായിട്ടുള്ള മെഡിക്കൽ ടീമുകളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പോലും വ്യത്യസ്തമാണ് ശരിക്കും ഈ ജന്തർ മന്ദിറിന്റെ ഒരു പ്രതിഷേധ മേഖല, അല്ലെങ്കിൽ സമരവേദി എന്ന് പറയുന്നത്. എല്ലാവിധത്തിലുള്ള സഹായങ്ങളും ഇവിടെ ലഭ്യമാണ്. മാലിന്യങ്ങൾ കൊണ്ടുപോകാൻ പ്രത്യേക ആളുകൾ, വളണ്ടിയേഴ്സ് അവരുടെ സന്നദ്ധത അറിയിച്ചുകൊണ്ട് ഇവിടെ എത്തുന്നുണ്ട്. മെഡിക്കൽ സംഘങ്ങൾ എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. എന്തായാലും വലിയ ഒരു തോതിലുള്ള ജനക്കൂട്ടം ഇതിനോടകം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ദൃശ്യങ്ങളിൽ നമ്മുടെ കൂടെയുള്ളത് അമൽ ജോണും സനോജ് ബേപ്പൂരുമാണ്. എന്തായാലും
നിരവധി ആളുകളെ നമുക്ക് ഇതിനോടകം തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിരവധി പ്ലക്കാർഡുകൾ, നരേന്ദ്രമോദിക്കെതിരെയുള്ള പ്ലക്കാർഡുകൾ, ധർമ്മേന്ദ്ര പ്രധാനെതിരെയുള്ള പ്ലക്കാർഡുകൾ, അങ്ങനെ സമരമുഖത്ത് വളരെ സജീവമായിട്ട് തന്നെ ആളുകൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ശരിക്കും ഏറ്റവും നിർണായകമാണ്. കാരണം 3ാം ഘട്ട ചർച്ച CJP ആയിട്ട് നടക്കുകയാണ്. ശരിക്കും CJPക്ക് കേന്ദ്രം വഴങ്ങുമോ? ഈ കേന്ദ്രം ഇതുവരെ സംരക്ഷിച്ച പോലെ ധർമ്മേന്ദ്ര പ്രധാൻ അങ്ങനെ പൊതിഞ്ഞു വെക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. ഇപ്പൊ ഇന്നലെ ഇപ്പൊ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു അവരുടെ ആദ്യത്തെ ആവശ്യം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നുള്ളതാണ്. ബാക്കിയൊക്കെ രണ്ടാമത്തെ ആവശ്യമാണ്. അതിലിപ്പോഴും അവർ ഉറച്ചു നിൽക്കുകയാണ്. കാരണം 2 വട്ടം ചർച്ച കഴിഞ്ഞിട്ടും അതിലേക്ക് വഴങ്ങാൻ ഇതുവരെ CJP തയ്യാറായിട്ടില്ല. ഇന്ന് രാവിലെയും CJP വക്താക്കൾ പറഞ്ഞത് ഒന്നാമത്തെ കാര്യം ധർമ്മേന്ദ്ര പ്രധാൻ, അതിലൊരു യെസ് അല്ലെങ്കിൽ ഒരു നോ, അത് മാത്രം മതി ഞങ്ങൾക്ക് എന്നാണ്. അതുകൊണ്ട് കേന്ദ്രത്തിന് ഇത് ഇത്ര എളുപ്പമല്ല. അതായത് ഞാൻ ആലോചിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന, അതായത് 3, 4 ഒക്കെ ആവശ്യങ്ങൾ CJP മുന്നോട്ട് വെച്ചിരുന്നു. കഴിഞ്ഞ ദിവസം JP നദ്ദയുമായിട്ട് സംസാരിച്ചപ്പോഴും ഒക്കെ ആ ആവശ്യങ്ങൾ ഒരു അംഗീകരിക്കുന്നത്, അതായത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി മാറ്റിവെച്ച് ബാക്കിയുള്ള പ്രതിഷേധക്കാരുടെ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് ഈ സമരത്തെ എങ്ങനെ പയ്യെ ഒഴിവാക്കാനുള്ള ശ്രമം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷെ അതിലൊന്നും വില പോവില്ല എന്നുള്ളത് തന്നെയാണ്. 47 പേര് ഒറ്റ രാത്രി കൊണ്ടങ്ങ് NTA പിരിച്ചുവിടുക, പിന്നെ NTA അങ്ങ് പുനഃസംഘടിപ്പിക്കുക, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഒരു പരിഷ്കരണം കൊണ്ടുവന്ന് മാറ്റം ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ഒരു പൊടിക്കൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവരതിൽ വീഴുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അങ്ങനെ വീഴുമെങ്കിൽ അത് എപ്പോഴേ ആവുമായിരുന്നു. മാത്രമല്ല ഇതൊക്കെ കരാർ ജീവനക്കാരാണ്. ഇപ്പോൾ നമ്മൾ തന്നെ ഇന്നലെ വാർത്ത കൊടുത്തു, ആ കരാർ ജീവനക്കാരെ മാറ്റിക്കൊണ്ട് കൈയൊഴിയാനുള്ള ശ്രമമാണ്. പക്ഷേ അങ്ങനെയൊന്നും CJP വീഴില്ല. കാരണം ഇതിപ്പോ CJPയുടെ കയ്യിൽ പോലും അല്ല സമരം, രാജ്യത്തെ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും കയ്യിലാണ്. അവരുടെ ആവശ്യമാണ് ഇപ്പോൾ CJPയുടെ ആവശ്യം. ചില ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി കടക്കാമെന്ന് തോന്നുന്നത് പലതരത്തിലുള്ള പ്ലക്കാർഡുകൾ ഏന്തിക്കൊണ്ടാണ് ഇവിടെ യുവാക്കളും യുവതികളും, അതായത് രാജ്യത്തിന്റെ വരും തലമുറ ഇവിടെ ഒത്തുകൂടുന്നത്. അബ് ക്യാ कहना चाहते हैं कि जल्द से जल्द रिजाइन दो, वही देश के लिए सबसे बेस्ट है. आज है ना इम्पोर्टेंट मीटिंग चल रही है CJP और सेंट्रल गवर्नमेंट. Meeting only result, only action. We have seen lot of meeting in the behind, but we see action right now. We just only want resignation first of Dharmendra and then of BJP Modi. What do you have to say? I would like to say the same, because we have been suffering a lot because of the paper leak. It's not only about the paper leak, it's the education system all along. So I wish it this ends so soon. Yesterday and before yesterday, the Prime Minister Narendra Modi has come to talk to the youth. And Modi said that we are arranged all the cases for the fast track court and others. What do you have to say? He's been speaking for so long. We want actions now. We want the results. It's been so long. He's been speaking. I'm tired and sick of it. We just want actions now. Thank you. അതാണ് നടപടിയാണ് ആവശ്യം. വാഗ്ദാനങ്ങൾ മാത്രമല്ല, കൃത്യമായിട്ട് തന്നെ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് ഈ ആളുകളൊക്കെ തന്നെയും പങ്കുവെക്കുന്നത്. എന്തായാലും സമരം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുകയാണ്. എത്ര ദിവസം ഈ സമരം ഉണ്ടാകുമെന്നുള്ളത് അറിയില്ല. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉറപ്പാക്കുന്നത് വരെ സമരം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും അവരിപ്പോഴും അവരെ ആവേശം കിട്ടും. ഓരോ ദിവസവും ഇതിങ്ങനെ കൂടി വരിക മാത്രമാണ്. ഇപ്പൊ നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പ്രതീക്ഷിച്ചത്? ഒരു 4 ദിവസം അങ്ങ് കിടക്കും, ഇറങ്ങിപ്പോവും. അതുപോലെ ആയിരിക്കണം കേന്ദ്രവും പ്രതീക്ഷിച്ചത്. കാരണം കണ്ടുവന്ന സമരങ്ങൾ അങ്ങനെയാണ്. പക്ഷെ അതല്ല സ്ഥിതി. ഇവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെ രാജ്യമാണ് നൽകുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ വിവിധ ആൾക്കാർ ഇവിടെ കൊണ്ടുവന്ന് നൽകുന്നു, അല്ലാത്തവർ സ്പോൺസർ ചെയ്തു പോകുന്നു. അപ്പോൾ അവർ ആ ആവേശത്തിലാണ്. ഒരു ഇന്റർനെറ്റ് ഇല്ലാത്തൊരു ജൻസി തലമുറയെ കുറിച്ച് ഋഷിക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? പക്ഷെ ഇവിടെ അങ്ങനെയാണ്. അവർക്ക് ഇന്റർനെറ്റ് വേണമെന്നില്ല. അവരെത്ര ദിവസം ഇവിടെ നെറ്റില്ലാതെ കിടക്കുന്നു, ഇവിടെ ട്രാവൽ ചെയ്യാൻ പറ്റൂല. മെട്രോ അടഞ്ഞു കിടക്കുന്നു, ബാരിക്കേഡ് വെച്ച് അടച്ചിരിക്കുന്നു, സമരക്കാരെ പുറത്തേക്ക് വിടുന്നില്ല. പക്ഷെ അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. അവര് ഈ സമരം അങ്ങനെ ഒരു ലഹരിയായി കൊണ്ടുനടക്കുക. കാരണം അവരുടെ ആവശ്യം വിദ്യാഭ്യാസ സമ്പ്രദായം നന്നാവണം, തങ്ങൾക്ക് നഷ്ടപ്പെട്ട നെറ്റിലെ ഇനിയൊരു അങ്ങനത്തെ ഒരു പ്രശ്നം ഭാവി തലമുറക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. എല്ലാ എത്ര എക്സാമുകൾ, അപ്പൊ അവർ ആ എക്സാമുകളെ കുറിച്ച് ഇപ്പൊ ഇന്നലെ വന്ന ഒരു CBSE പ്രശ്നം കൂടി പറയുന്നുണ്ട്. അപ്പൊ ആ കാര്യത്തിൽ ഇന്ന് രാവിലെ ഒരു പ്രശ്നം, ഒരു പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച റിപ്പോർട്ട് ചെയ്തു. ഈ സമരം തുടങ്ങിയ ശേഷമാണ് ഇനി ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവര് അതിൽ മൊത്തം അസ്വസ്ഥരാണ്. അപ്പൊ അവര് പറയുന്ന ഇതാണ്, ഞങ്ങൾക്ക് വേണ്ടിയല്ല അടുത്ത തലമുറക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവരുടെ വാക്ക്. അത് തന്നെ, ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് രാജ്യ തലസ്ഥാനം ഇപ്പോഴും സമരമുഖത്താണ്. ഡൽഹിയിൽ നിന്നും ടീം മീഡിയ.